നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കുമെന്നുള്ള ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണോ? എങ്കിലിത് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ഫിനി ചാൻസ് വേൾഡ്. ഇവിടെ ഒരു ഇൻട്രോ ഒക്കെ കൊടുക്കണമെന്നുണ്ട്, പക്ഷെ നമുക്കത് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കുന്നത് പഠിച്ചാലോ? ആദ്യം ഒരു മിക്സി എടുത്തിട്ട് നമുക്ക് 2 കപ്പ് റവ അങ്ങോട്ട് ഇടാം. ഈ 1 കപ്പ് എന്ന് പറയുന്നത് 250 മില്ലിയാണ് ഞാനിടുന്നത്. അങ്ങനെ 500 മില്ലിയാണ് ഇട്ടിരിക്കുന്നത്. നമുക്കൊരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് കൊണ്ട് നമുക്കിടാം ഇതിനകത്ത്. അതിന് ശേഷം നമുക്കൊരു 1/4 കപ്പ് ചോറ് കൂടെ നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു തവി ഇച്ചിരി പുളിച്ച തൈര്, ഒത്തിരി പുളിച്ച തൈര് വേണ്ട, ഒരു നോർമൽ രീതിയിലുള്ള തൈരും കൂടെ നമുക്കിതിനകത്ത് ചേർക്കണം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ നമുക്ക് സോഡാപ്പൊടി, ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതിനുശേഷം 2 കപ്പ് വെള്ളം, അതായത് ഏകദേശം 500 മില്ലി വെള്ളം ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കണം. അതിനുശേഷം കുറച്ച് ചുമന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഇച്ചിരി ജീരകം. ഇത്രയുമാണ് നമുക്കിതിനകത്ത് വേണ്ട സാധനങ്ങൾ. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ അരച്ചെടുക്കാം. തൻ്റെ അരച്ചത് റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടി. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്കത് ഒഴിച്ചു മാറ്റാം. സാധാരണ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ രാത്രിയിൽ അരച്ച് വെച്ചിട്ട് രാവിലെയാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. ഇതങ്ങനെയൊന്നുമില്ല, അരച്ച് അന്നേരം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് അപ്പത്തിന് വേണ്ടത്. ഇത് നമുക്ക് അരച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ 5 മിനിറ്റ് പോലും വേണ്ട, നമുക്ക് ഈ ഇത് ഉണ്ടാക്കാൻ വേണ്ടി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പമാണിത്. നമുക്കിനി ഒരു പാൻ എടുത്ത് ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് നമുക്ക് ഈ മാവൊഴിച്ചതുണ്ടാക്കാം. ഇത് നമുക്ക് 2 രീതിയിലാണ് നമുക്ക് ഇതുണ്ടാക്കാം. ഒന്ന് നമുക്ക് അടച്ചു വെച്ച് ഉണ്ടാക്കാം, ഒന്ന് മറിച്ച് ഇട്ടും നമുക്ക് ഉണ്ടാക്കാം. ഇത് അടച്ചു വെക്കുന്നതിനകത്ത് നമ്മളിത് മറിച്ചിടത്തില്ല. ഇങ്ങനെ ഈ ഹോൾസൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പതുക്കെ അടച്ചു വെച്ച് നമ്മളത് വേവിച്ചെടുക്കുകയാണ്. ഞാൻ ഇവിടെ 2 രീതിയിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടെ ചെയ്യുക. ഇതുണ്ട്, ഇത് ഞാൻ മൂടി വെച്ച അപ്പമാണ്, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അല്ലാതെ മൂടി വെക്കാൻ തിരിച്ചിട്ടുള്ള അപ്പം കൊണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഇങ്ങനെ അതൊഴിച്ചിട്ട് ഈ ഒരു സൈഡ് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മറ്റേ സൈഡോട്ട് തിരിച്ചിടണം. ഇനി നമുക്ക് എന്തോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്നുള്ള ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് റവയും കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. അരച്ച് വെക്കേണ്ട കാര്യമില്ല, അരി അരക്കേണ്ട, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല ടേസ്റ്റുമാണ് ഇത്. എന്ത് കറിയോട് കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. ഞാനെന്ത് മുട്ടക്കറിയോടാണ് കഴിച്ചത്. സൂപ്പർ ടേസ്റ്റായിരുന്നു. നിങ്ങളതെല്ലാം വീട്ടിൽ ഉണ്ടാക്കി നോക്കും. നമ്മുടെ കിടു അപ്പവും മുട്ടക്കറിയോടെ റെഡി ആയിരിക്കുകയാണ്. കുറച്ച് കഴിക്കുന്നോ? ഇതാ. അപ്പോൾ നമുക്ക് വീണ്ടും റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ.